നിലയില്ലാ കയത്തിലാണ് എഡ്യൂടെക് കമ്പനിയായ ബൈജൂസ്. മുഖ്യ നിക്ഷേപകർ ഇടഞ്ഞു നിൽക്കുന്നു. ഫണ്ടുകൾ ഉപയോഗിക്കാൻ കഴിയാതെ നിത്യച്ചെലവുകൾ പോലും കഷ്ടി. ശമ്പളം കിട്ടാതെ ജീവനക്കാർ വലയുന്നു. പ്രതിസന്ധി തരണം ചെയ്യുമെന്ന സ്ഥാപക സിഇഒ മലയാളിയായ ബൈജു രവീന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും മുന്നോട്ടുള്ള വഴി ഇനിയും തെളിഞ്ഞിട്ടില്ല. ഒരു വർഷം മുമ്പ് ബൈജു രവീന്ദ്രന്റെ മൊത്തം ആസ്തി 17,545 കോടി അഥവാ $2.1 ബില്യൺ ആയിരുന്നു. എന്നാൽ ഫോർബ്സിന്റെ ശതകോടീശ്വര പട്ടിക പ്രകാരം 2024 അത് 0. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് രംഗത്ത് കുതിച്ചുയർന്ന പോസ്റ്റർ ബോയ് ആയിരുന്നു ഒരു കാലത്ത് ബൈജു രവീന്ദ്രൻ. കഴിഞ്ഞ വർഷത്തെ ഫോർബ്സ് പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഇത്തവണ 4 പേരാണ്. അതിൽ ഒരാളാണ് ബൈജു രവീന്ദ്രൻ. കമ്പനി പലതരം പ്രതിസന്ധികളെ നേരിട്ടതാണ് ഇതിന് കാരണമെന്നും ഫോർബ്സ് പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായി 200 ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി എന്ന പ്രത്യേകതയോടെയാണ് ഫോർബ്സിന്റെ ശതകോടീശ്വര പട്ടിക പുറത്തു വന്നത്. 2022 $22 ബില്യൺ ആയിരുന്നു ബൈജു രവീന്ദ്രന്റെ കമ്പനിയുടെ മൂല്യം. സമീപകാല പ്രതിസന്ധികളാണ് ബൈജുവിന്റെ ആസ്തിയെ ബാധിച്ചത്. ബൈജൂസിന്റെ മാതൃ കമ്പനിയായ തിങ്ക് ആൻഡ് ലേണിൽ നിക്ഷേപമുണ്ടായിരുന്ന ബ്ലാക്ക് റോക്ക് എന്ന സ്ഥാപനം 2024 ജനുവരിയിൽ അവരുടെ ഓഹരിയുടെ മൂല്യം വെട്ടിക്കുറിച്ചിരുന്നു. കെടുകാര്യസ്ഥത ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ ബൈജൂസും 4 നിക്ഷേപകരായ പ്രോസസ്, ജനറൽ അറ്റ്ലാന്റിക്, സോഫിന പീക്ക് എക്സ്വി എന്നിവ നിയമപോരാട്ടം തുടരുകയാണ്. കമ്പനി സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന നിക്ഷേപകരോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും മെയിലിൽ വ്യക്തമാക്കി. ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കമ്പനി പറഞ്ഞു. സമീപകാല വെല്ലുവിളികൾ ബൈജൂസ് തരണം ചെയ്തെന്നും ഈ അവസാന കടമ്പയും കടക്കുമെന്നും ജീവനക്കാർ പ്രതീക്ഷ കൈവിടാതിരിക്കണമെന്നും മെയിലിൽ അഭ്യർത്ഥിക്കുന്നു. ബൈജൂസ് ബംഗളൂരുവിലെ ആസ്ഥാനം ഒഴിച്ചുള്ള ഓഫീസുകൾക്ക് താഴിട്ടിരിക്കുകയാണ്. 14,000 ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ബൈജൂസിന്റെ ആസ്ഥാനമായ ബംഗളൂരുവിലെ IBC നോളജ് പാർക്കിലെ ഓഫീസ് മാത്രമാണ് തുറന്നിരിക്കുന്നത്. ഇവിടെ 1000-ലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്നു. രാജ്യത്തെ മറ്റ് ഓഫീസുകൾ എല്ലാം ഒഴിഞ്ഞു. വിവിധ നഗരങ്ങളിലെ ഓഫീസുകളുടെ വാടക കരാറുകൾ പുതുക്കാതായിട്ട് മാസങ്ങളായി. അതേസമയം ബൈജൂസിന്റെ 300ഓളം ട്യൂഷൻ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓഫീസുകളിലാണ് 6 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ പഠിക്കുന്നത്. ഇവ തുടർന്നും തുറന്നു പ്രവർത്തിക്കും. $12 ബില്യൺ വായ്പയെ ചൊല്ലി കടത്തിലും തർക്കത്തിലും പെട്ടുഴലുകയാണ് ബൈജൂസ്. ഒരിക്കൽ $20 ബില്യൺ ഏറെ മൂല്യമുണ്ടായിരുന്ന കമ്പനിയുടെ മൂല്യം കഴിഞ്ഞ വർഷം 90% ഇടിഞ്ഞു. ഇതിനു പുറമെ സിഇഒ ബൈജു രവീന്ദ്രനിൽ പ്രധാന നിക്ഷേപകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ സിഇഒ സ്ഥാനത്ത് നിന്ന് ബൈജുവിനെ പുറത്താക്കാൻ മുഖ്യ നിക്ഷേപകർ വോട്ട് ചെയ്തിരുന്നു. എന്നാൽ ചെറിയ വിഭാഗം ഓഹരി ഉടമകൾ മാത്രമാണ് പുറത്താക്കൽ പ്രമേയം പാസാക്കിയത് എന്ന വാദമുന്നയിച്ച് ബൈജുവും കുടുംബവും അത് തള്ളിക്കളഞ്ഞു. അസാധാരണ പൊതുയോഗത്തിലെ തീരുമാനങ്ങൾ അസാധുവാണെന്നും കമ്പനി അറിയിച്ചിരുന്നു. പ്രതിസന്ധികൾ ആവർത്തിച്ചതോടെ ബൈജു രവീന്ദ്രന് മുഖ്യ നിക്ഷേപകരുടെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. US വായ്പാ സ്ഥാപനവുമായുള്ള നിയമപോരാട്ടത്തിന്റെയും കോർപ്പറേറ്റ് ഭരണ പ്രശ്നങ്ങളുടെയും പേരിൽ കമ്പനിയുടെ ഓഡിറ്ററായ ഡിലോയിറ്റ് വിട്ടുപോയി. ഫെബ്രുവരിയിലെ ശമ്പളം തനിക്ക് നൽകാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് കത്തയച്ചിരുന്നു.